വണക്കം. CJP പ്രൊട്ടസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ പലപ്പോഴും CJP പ്രൊട്ടസ്റ്റ് നടത്തിയ ലെഫ്റ്റ് ലിബറലായിട്ടുള്ള ആൾക്കാരും അവരുടെ വലയിൽ വീഴുന്ന സാധാരണ വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ കുറേ വിദ്യാർത്ഥികളെ പിടിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥികളെ പിടിച്ച് സംഭവം വേറൊന്നുമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുക, ലൈംഗിക അധിക്ഷേപം നടത്തുക, ഇതിനാണ് ആ വിദ്യാർത്ഥിയെ പിടിക്കുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ എന്നാണ് ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാർ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം പേർലി മാണിക്കില്ലേ എന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇവന്മാർ വലിയ രീതിയിൽ വായ്ത്താളം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. എന്തായാലും CJP പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ഈ പ്രൊട്ടസ്റ്റിനകത്ത് രാജ്യവിരുദ്ധ ശക്തികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് ഡൈവേഴ്സിറ്റിയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത്. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വിവിധ ജാതികൾ, വിവിധ മതങ്ങൾ, എന്തിനു പറയുന്നു, ഭാഷയുടെ പേരിൽ പോലും അടിയുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനമാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇവന്മാരെ എല്ലായിടത്തും ഒരു നൂലിൽ കെട്ടി ഇവന്മാരെ എല്ലാം പ്രീണിപ്പിച്ച് പ്രീതി പിടിച്ച് പറ്റി ഇവന്മാരുടെ അനുഗ്രഹാശിസുകളോടുകൂടി ഭരിക്കണമെങ്കിൽ അതിന് ചില്ലറ പണിയൊന്നും പോരാ എന്നുള്ളതാണ്. ആ പണിയാണ് 2002 മുതൽ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അവിടെയാണെങ്കിൽ ഇതിൻ്റെ അപ്പുറം പോണ പോക്കിലെ ജാതി പ്രശ്നമാണ്. പട്ടേൽ സമുദായം, മറ്റേ സമുദായം, മറിച്ച സമുദായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ മുൾമുനയിൽ സർക്കാരിനെ നിർത്താനായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അവിടെ. നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിനും ഓരോ പ്രശ്നങ്ങളാണ്. ആ ഓരോ സംസ്ഥാനത്തിൻ്റെ ഓരോ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ മറ്റേ സംസ്ഥാനം പ്രശ്നം ഉണ്ടാക്കും. ആ സംസ്ഥാനത്തിൻ്റെ പ്രശ്നം നിങ്ങൾ തീർത്തു കൊടുത്തില്ലേ, ഈ സംസ്ഥാനത്തിന് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോഴാണ് ആ സംസ്ഥാനത്തിന് ആ പ്രശ്നം തീർത്തു കൊടുക്കുന്നത്. അങ്ങനെ പല പല സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്ത് വേണം മുന്നോട്ട് പോകാൻ. എവിടെ ജനങ്ങൾ സംഘടിച്ചാലും അതിനകത്ത് സർക്കാരിന് അനുകൂലമല്ലാത്ത അല്ലെങ്കിൽ ഈ സർക്കാരിന് എതിരെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ ശേഷിയുള്ള ഒരുപാടെണ്ണം നുഴഞ്ഞു കയറും. ഇനി ഒരു സമരം വന്നാലും ആ സമരത്തിൽ നമുക്ക് ഇത് തന്നെ കാണാൻ സാധിക്കും. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നതിൽ ദേഷ്യമുള്ളവർ, ഈ SIR നടപ്പിലാക്കിയതിൽ ദേഷ്യമുള്ളവർ, പിന്നെ GST കൊണ്ടുവന്നതിൽ ദേഷ്യമുള്ളവർ, നോട്ട് നിരോധനം നടത്തിയപ്പോൾ പാപ്പരായിപ്പോയ മുതലാളിമാർ, പിന്നെ പോരാത്തതിന് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി പാകിസ്ഥാനെ അടിച്ച് ചുരുട്ടിയപ്പോൾ സ്വന്തം ബാപ്പയെ നഷ്ടപ്പെട്ട ഒരു പ്രതീതിയുള്ള ആൾക്കാർ, പിന്നെ പോരാത്തതിന് നമ്മുടെ രാജ്യത്ത് കർഷക സമരം വന്നപ്പോൾ അതിനകത്ത് വലിയ രീതിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്ത ആൾക്കാരന്മാരെയൊക്കെ അടിച്ചു ചുരുട്ടിയല്ലോ. ഇനി ഒരു സമരം വരുമ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ CJP എന്ന് പറയുന്നൊരു ഘടകം കൂടെ അതിൻ്റെ കൂടെ ഒട്ടി നിന്ന് സമരം ചെയ്യാനായിരിക്കും സാധ്യത. പക്ഷേ സമരം എന്ന് പറഞ്ഞാൽ വേറെ എന്തിനെങ്കിലും കുറച്ചായിരിക്കും. പക്ഷേ യുവമാരെല്ലാം കൂടെ ചേർന്ന് വലിയൊരു ടീമായിട്ടായിരിക്കും ഇനി സമരം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവന്മാർ ഇന്നലെ കമ്മി, ഇന്ന് CJP വരുമ്പോൾ ഞങ്ങൾ ഇന്ന് CJP, നാളെ LJP ആണെങ്കിൽ ഞങ്ങൾ LJP, നാളെ AJP നരേന്ദ്രമോദിക്കെതിരെ ഒരു പാർട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ AJP, അലിൻ ജോസ് പെരേര എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആ സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞതാണ് ഇതിൽ ആൻറ്റി നാഷണൽസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടെന്ന്. പിന്നെ ഇപ്പോൾ കേരളത്തിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ആൻറ്റി നാഷണൽസ് നുഴഞ്ഞു കയറാൻ പോകുന്നു എന്നായിരിക്കും ഇവന്മാർ പറയാൻ പോകുന്നത് എന്നൊരു നെറേറ്റീവ് ഇവന്മാർ ഇവിടെ സൃഷ്ടിച്ച് വെച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ എന്ത് പറഞ്ഞാലും അതിനകത്തൊരു പാകിസ്ഥാൻ കൊണ്ടുവരും, അല്ലെങ്കിൽ അതിനകത്തൊരു ഖലിസ്ഥാൻ കൊണ്ടുവരും, ഈ മറ്റേ മറിച്ചത് കൊണ്ടുവരും, അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ലഹേ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ആലയിൽ അതിനെ ആ സമരത്തിനെ കൊണ്ട് കെട്ടാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സമരം അവിടെ കൊടുമ്പിരി കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ ഈ സൗരവ് ദാസ് എന്ന് പറയുന്ന ജന്തർ മന്ദിറിലെ ഡൽഹിയിലെ ലവനെ വിളിച്ചിട്ട് പോലീസ് സംസാരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടായിരുന്നു. പോലീസ് അവനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സമരം അക്രമാസക്തമാകും, ഈ സമരത്തിനകത്ത് ആൻറ്റി നാഷണൽ എലമെൻറ്റ്സ് കയറി കൂടിയിട്ടുണ്ട്, അങ്ങനെ കയറി കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സംയമനം പാലിക്കണം, നിങ്ങൾ ആൾക്കാരെ പിരിച്ചു വിടണം, നിങ്ങൾ പിരിഞ്ഞു പോകണം. ഒരു കൂസലും ഇല്ലാതെ അതാണല്ലോ അവന് വേണ്ടത്. അതായത് ആരെങ്കിലുമൊക്കെ മരിച്ചു വീഴണം. ആ മരിച്ചു വീഴുന്നവരുടെ മൃതദേഹവും പൊതിഞ്ഞു കെട്ടി, നമ്മുടെ ഹഷ്മിക്ക് ഇൻട്രോ പറയാനായിട്ട് മൃതദേഹം ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി ഇങ്ങനെ ആ വെള്ളത്തുണിയിൽ ആ മൃതദേഹം എടുത്തുകൊണ്ട് പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തണം, പിന്നെ പാർലമെൻറ്റിലേക്ക് ഇരച്ചു കയറണം. ഇതൊക്കെയാണ് ഇവന്മാർക്ക് വേണ്ടത്. ബേസിക്കലി ഇതൊക്കെയാണ് ഇവന്മാരുടെ ഏറ്റവും ഉള്ളിലുള്ള തോട്ടെന്ന് പറയുന്നത്. പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്. അതൊക്കെ പറഞ്ഞപ്പം ഇവനിങ്ങനെ അവിടെ ഇങ്ങനെ വായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച, പോലീസിനെ പുച്ഛിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടു. ഈ സമരത്തിന് ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്? ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടിയുടെ മറ്റേ വേട്ടാവളി അരവിന്ദ് കെജ്രിവാളും അവനാണ് ഈ സമരത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ നിന്ന് കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 8-9 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. യവന്മാരെ അറസ്റ്റ് ചെയ്ത് പഞ്ചാബ് പോലീസ് ചോദ്യം ചെയ്തു. ഇത് നരേന്ദ്രമോദിയുടെ പോലീസല്ല, പഞ്ചാബ് പോലീസാണ്. പഞ്ചാബ് ഭരിക്കുന്ന ആരാണ്? ആം ആദ്മി പാർട്ടി. ഈ ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബിലെ പോലീസ് യവന്മാരെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ യവന്മാർ ISIയുടെ മൊഡ്യൂളുകളാണ് എന്നുള്ള വിവരം കിട്ടി. അതായത് ISI പാകിസ്ഥാൻ്റെ ചാരസംഘടനയാണ്. ISI ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു
കലാപം ഉണ്ടാകുന്നെങ്കിൽ ആ കലാപത്തെ ഏതു വിധേനയും ഇഗ്നൈറ്റ് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു വിഭാഗമാണ് ISA എന്ന് പറയുന്നത്. പിന്നെ വേറെ കുറേ തീവ്രവാദ വിഭാഗങ്ങളുണ്ട്, അവന്മാർ നമ്മൾ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. ആ ISA എന്ത് ചെയ്യുന്നു, അവിടെ നിന്നും ആൾക്കാരെ, അതായത് ഭീകരവാദ മോഡ്യൂളുകളെ ഈ സമരത്തിൽ നുഴഞ്ഞു കയറാനായിട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എന്താണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്? ഇത് പഞ്ചാബ് പോലീസ് പറയുന്നതാണ് കേട്ടോ. അവർക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് സമരത്തിൽ അവിടെ സമരം ചെയ്യുന്ന ആൾക്കാർക്ക് നേരെയും അവിടെയുള്ള പോലീസിന് നേരെയും പെട്രോൾ ബോംബ് എറിയുക, അങ്ങനെ ഒരു വലിയ രീതിയിൽ ഈ സമരത്തെ എന്ത് ചെയ്യുക, കത്തിച്ചു വിടുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സമരത്തിനകത്ത് നുഴഞ്ഞു കയറാനായിട്ട് ബ്ലാക്ക് വാട്ടർ പോലെയുള്ള പല അമേരിക്കൻ അർദ്ധ സൈനിക വിഭാഗം, അതായത് വിരമിച്ച സൈനികർ ചേർന്ന് നടത്തുന്ന ഒരു ടീമാണ് ബ്ലാക്ക് വാട്ടർ എന്ന്. അങ്ങനെ കുറേ അവന്മാർ ഇവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അവന്മാരെയൊക്കെ നമ്മൾ നേപ്പാൾ അതിർത്തിയിൽ, ഉത്തർപ്രദേശ് അതിർത്തിയിലൊക്കെ വെച്ച് ഇടിച്ച് ഉരുട്ടി തട്ടി തോളി കയറ്റി എടുത്ത് അകത്തിട്ടിട്ടുണ്ട്. മാത്യു വാൻഡക്ക് അകത്താണ്, ജോർദാൻ ബ്രൗൺ എന്ന് പറയുന്നവനകത്താണ്, ഇവന്മാരെല്ലാം അകത്താണ്. ഇവന്മാരെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ ഒരുത്തൻ US നേവിയിൽ വർക്ക് ചെയ്തിട്ട് വിരമിച്ചവൻ, ഒരുത്തൻ US ആർമിയിൽ വർക്ക് ചെയ്തിട്ട് വിരമിച്ചവൻ. ഈ മാത്യു വാൻഡക്ക് വന്നത് 10 ഉക്രൈൻ സൈനികരെ കൂടെ കൊണ്ടാണെന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കഴിഞ്ഞ ദിവസം പഞ്ചാബ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന ആ റിപ്പോർട്ട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഡൽഹി ജന്തർ മന്ദിർ protest was terror target. ISI backed module planned petrol bomb attack says പഞ്ചാബ് പോലീസ്. അതായത് നരേന്ദ്രമോദി സർക്കാരല്ല, പഞ്ചാബിൻ്റെ പോലീസാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം മറ്റൊരു ട്രെൻഡ് അതാണല്ലോ, ഇപ്പോൾ ഈ സുഡാപ്പികൾ കിടന്ന് ചോദിക്കുന്നതോ CJP പ്രൊട്ടസ്റ്റ് വന്ന സ്ഥിതിക്ക് അതിർത്തിയിൽ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവന്മാർ പറയും, നരേന്ദ്രമോദി പെട്രോളിന് വില കുറച്ചാൽ പറയും, നമ്മുടെ രാജ്യത്ത് എവിടെയോ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. 28 സംസ്ഥാനങ്ങളുള്ളൊരു രാജ്യമാണ്. ആ 28 സംസ്ഥാനങ്ങളുള്ള രാജ്യത്ത് എല്ലാ വർഷവും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇലക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നീയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്നാൽ പിന്നെ പോട്ടെ, ഒരു രാജ്യം ഒരു ഇലക്ഷൻ വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ടേ ഒരു രാജ്യം ഒരു ഇലക്ഷൻ കൊണ്ടുവരും എന്നാണ് ഇവന്മാർ പറയുന്നത്. എത്ര തന്തയാണ് ഇവന്മാർക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, അത് ചെയ്യണ്ടെങ്കിൽ ഇത് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കുന്നില്ല. പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ പറയുന്നു ആൾക്കാരെ മതം ചോദിച്ച് പൗരത്വം എടുത്ത് ആൾക്കാരെ പുറത്താക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരട്ടെ, അത് ഞാൻ സമ്മതിക്കില്ല, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അത് ഞാൻ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന സാധനം നിൻ്റെ കയ്യിലിരിക്കുന്ന ഭരണഘടന ഉണ്ടല്ലോ, അത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അംബേദ്കർ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് നടപ്പാക്കണം എന്നാണല്ലോ പറയുന്നത്. ഓഹോ, അതാണോ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത്? അതെനിക്ക് അറിഞ്ഞൂടെ. എന്തായിരുന്നാലും ഇന്ത്യൻ ഭരണഘടനയിൽ അത് എഴുതിയത് ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇത് കൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് പ്രൊട്ടസ്റ്റ് കിടക്കുമ്പോൾ ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് മോദിയുടെ തന്തയ്ക്ക് വിളിക്കാനാണ് ഞങ്ങളിത് കൊണ്ട് നടക്കുന്നത് എന്നാണ് അവന്മാർ പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും നമുക്ക് നോക്കാം. ഈ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധ പരിപാടി ലക്ഷ്യമിട്ട് പെട്രോൾ ബോംബ് ആക്രമണത്തിന് പദ്ധതിയിട്ടതായി പറയപ്പെടുന്ന ചിത്രം പഞ്ചാബ് പോലീസ് വെളിപ്പെടുത്തി. അത് പരാജയപ്പെടുത്തി. കേസിൽ 8 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്വേഷകരുടെ അഭിപ്രായത്തിൽ സംഘം യാത്ര ചെയ്ത് ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിനിടെ ആക്രമണം നടത്താൻ പെട്രോൾ ബോംബുകളും ഉൾപ്പെടെയുള്ള പ്രാദേശിക ലോജിസ്റ്റിക്കൽ പിന്തുണ ലഭിച്ചതായി ആരോപിക്കപ്പെടുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ഏജൻസികളെയും മറ്റ് യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥരെയും ലക്ഷ്യം വയ്ക്കാൻ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹാൻഡ്ലർമാരിൽ നിന്നാണ് പ്രതികൾക്ക് പരിശീലനം ലഭിച്ചത് എന്ന് പോലീസ് പറയുന്നതായാണ് പഞ്ചാബ് പോലീസാണ്. ഈ ആക്രമണം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഇന്റലിജൻസ് നേതൃത്വത്തിലുള്ള ഒരു ഓപ്പറേഷനിൽ പഞ്ചാബിലേക്ക് മടങ്ങിയ ശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പേടിഎം ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകളും കണ്ടെത്തിയിട്ടുണ്ടെന്നും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹാൻഡ്ലർമാരുടെ അവരുടെ പ്രാദേശിക കൂട്ടാളികളുടെയും പങ്ക് അന്വേഷിക്കുന്നുണ്ടെന്നും പോലീസ് വെളിപ്പെടുത്തി. നീറ്റ് വിഷയത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ 36 ദിവസം നീണ്ടുനിന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പഞ്ചാബ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് വീണ്ടും പറയുന്നത് ഇത് പഞ്ചാബ് പോലീസാണ്. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആം ആദ്മി പാർട്ടിയുടെ തലവൻ ആരാണ്? അവിടെ ഭരിക്കുന്നത് മറ്റേ മാനാണ്. ഇവിടെ അതിൻ്റെ തലവൻ എന്ന് പറയുന്നത് മറ്റേ ലവനുണ്ടല്ലോ, അരവിന്ദ് കെജ്രിവാൾ. ആ അരവിന്ദ് കെജ്രിവാളിൻ്റെ അരിമ ശിഷ്യനാണ് അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്നത്. ആ അഭിജിത്ത് ദീപ്കയുടെ നേതൃത്വത്തിലാണ് CJP പ്രൊട്ടസ്റ്റ് നടന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി മെറ്റയ്ക്കുള്ളതും ഗൂഗിളിനുള്ളതും എക്സിനുള്ളതും പിറകെ വരും. തച്ച് വെച്ചോ നീയൊക്കെ. അപ്പോൾ ശരി.